തുടർച്ചയായ പലസ്തീൻ ആക്രമണത്തെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇസ്രായേലികൾ ജീവിതം കഴിച്ചുകൂട്ടുന്നതെന്ന് ഇസ്രായേലിലെ മലയാളികൾ വ്യക്തമാക്കുന്നു. പലസ്തീനിലെ കുട്ടികളെയും സ്ത്രീകളെയും മറയാക്കി ഇസ്ലാമിക തീവ്രവാദികൾ തുടരുന്നത് മനസാക്ഷിയില്ലാത്ത ആക്രമണങ്ങളാണെന്നും ഇസ്രായേലിലെ പ്രവാസി മലയാളികൾ പറയുന്നു. എല്ലാ വീടുകളിലും ആക്രമണത്തെ തടയാൻ സ്ഥിരം ബങ്കറുകൾ നിർമ്മിച്ചിരിക്കുകയാണെന്നും ഇവർ വെളിപ്പെടുത്തുന്നു. തീവ്രവാദി ആക്രമണം രൂക്ഷമായതോടെ ആശങ്കയിലാണ് മലയാളി സമൂഹം. 15,000-ഓളം വരുന്ന മലയാളികളാണ് ഇസ്രയേലിൽ കഴിയുന്നത്. 1 കോടിയോളം വരുന്ന ജനസംഖ്യയാണ് ഇസ്രയേലിലുള്ളത്. അനിശ്ചിതാവസ്ഥയാണ് ഇസ്രയേലിന്റെ കാലാവസ്ഥ. ഏതു നിമിഷവും ഉയരാനിടയുള്ള സൈറൻ വിളികൾ, സുരക്ഷിതമായ ബങ്കറുകളിൽ ഒളിക്കാനുള്ള ജനങ്ങളുടെ നെട്ടോട്ടം, പാലസ്തീനിൽ നിന്നും ഏതു നിമിഷവും പറന്നെത്തുന്ന തീഗോളങ്ങൾ, പലപ്പോഴും ദിവസങ്ങളോളം ആക്രമണങ്ങൾ പേടിച്ച് മമ്മാദുകളെന്ന ബങ്കറുകളിൽ കഴിയേണ്ടിവരും. ഇസ്രയേൽ ജനതയുടെ ജീവിതം മലയാളികൾ വരച്ചുകാട്ടുന്നതിങ്ങനെയാണ്. ഇത്തരത്തിൽ സഹനവും ക്ഷമയുമുള്ള ഇസ്രയേലിനെതിരെ കേരളത്തിലും പുറത്തുമുയരുന്ന അപവാദ പ്രചരണങ്ങൾ തെറ്റിദ്ധാരണാജനകമാണെന്ന് ഇസ്രയേലിലെ മലയാളികൾ വ്യക്തമാക്കുന്നു. അറിഞ്ഞ സത്യങ്ങൾക്ക് വിരുദ്ധമാണോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോവുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം മുതൽ അവിടുന്നുള്ള 100 കണക്കിന് റോക്കറ്റുകൾ ഇവിടെ വന്ന് വളരെയധികം നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടാക്കാമാവുന്ന പ്രഹരശേഷിയുള്ള റോക്കറ്റുകൾ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ഇവരുടെ ശക്തിക്ക് മുമ്പിൽ അത് ഒക്കെ നിഷ്പ്രഭമായി പോകുന്നു. ഇങ്ങോട്ട് ആക്രമിച്ചാലല്ലാതെ 200 റോക്കറ്റ് വരുമ്പോൾ ഒരു റോക്കറ്റ് കൊണ്ട് ആ നാടിനെ നശിപ്പിക്കാനുള്ള ശേഷിയും നമ്മുടെ രാജ്യത്തെ പോലും സംരക്ഷിക്കാനുള്ള റഡാർ ശക്തികളുമുള്ള രാജ്യമാണ് ഇസ്രായേൽ. പക്ഷേ അവർ ക്ഷമയുടെ അങ്ങേയറ്റം നെല്ലിപ്പലക കണ്ടിട്ട് അവർ പ്രതിരോധിക്കാൻ മാത്രമേ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായ സത്യാവസ്ഥ. അത്യധ്വാനം ചെയ്യുന്ന സഹോദരിമാര് കരഞ്ഞുകൊണ്ട് രാപ്പകല് അവരുടെ ഏതെങ്കിലും ഒരു റിലേഷൻസോ പരിചയക്കാരോ നാട്ടുകാരോ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് രാത്രി മുഴുവൻ കരയായിരുന്നു. അങ്ങനെ 1000-കണക്കിന് 10,000-കണക്കിന് ഇന്ത്യക്കാർ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ അവർ മനസ്സിലാക്കിയ ഒരു സത്യം, ഈ നമ്മുടെ നാട്ടിലെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒരു രാഷ്ട്രീയത്തെയോ ഒരു മതത്തെയോ ഒരു വ്യക്തിയെയോ ഞങ്ങൾ തേജോവധം ചെയ്യാനോ അവഹേളിക്കാനോ അല്ല, പക്ഷെ അറിഞ്ഞ സത്യം പറയണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന ഇന്ത്യക്കാരായ എല്ലാവരുടെയും മനസ്സിലുള്ള മനസാക്ഷിക്കുത്തില്ലാതെ പറയുന്ന ഒരു സത്യമാണ്, സത്യവിരുദ്ധമാണ് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് പാലസ്തീനെ നശിപ്പിക്കാനാകും. എന്നാൽ പാലസ്തീനിലെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ പരിഗണിച്ചാണ് ഇസ്രയേൽ സംയമനം പാലിക്കുന്നത്. തീവ്രവാദികളുടെ അക്രമങ്ങൾ പരിധിവിടുമ്പോൾ മാത്രമാണ് ഇസ്രയേൽ തിരിച്ചടിക്കുക. തിരിച്ചടിക്കുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് നൽകിയാണ് ആക്രമണം. തീവ്രവാദി കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന അപകടം ഒഴിവാക്കാനാണ് ഇസ്രയേൽ ശ്രമം. ഇസ്രയേലിനെ ആക്രമിക്കുകയും തിരിച്ചടിക്കുമ്പോൾ പരമാവധി ജനങ്ങളെ കുരുതി കൊടുക്കുകയുമാണ് ഹമാസ് തീവ്രവാദികളുടെ നയം. അത്തരം ദൃശ്യങ്ങൾ ഉയർത്തി അന്താരാഷ്ട്ര തലത്തിൽ പണപ്പിരിവും സഹതാപവും ഉയർത്തുകയാണ് ഹമാസിന്റെ ലക്ഷ്യം. ഇവിടുത്തെ മലയാളികൾ ഇസ്രയേലി ജീവിതവുമായി പൊരുത്തപ്പെട്ടു വരികയാണ്. വീടുകളിലുള്ള മമ്മാദുകൾ കനമുള്ള ഭിത്തികളിൽ നിർമ്മിച്ചവയാണ്. ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകളും സംവിധാനങ്ങളുമുള്ള ഇവയാണ് ഇസ്രയേലുകളുടെ അവസാന സുരക്ഷാ മാർഗം. ആക്രമണങ്ങൾ രൂക്ഷമായതോടെ ഏതു സമയവും മമ്മാദുകളിൽ കഴിയേണ്ട സാഹചര്യമാണ് വരുന്നതെന്നും ഇസ്രയേലിലെ പ്രവാസി മലയാളികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് ഷെഗന ന്യൂസ്.